ഹലോ വെൽക്കം ടു മൈ ചാനൽ സംടൈംസ് സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമ്മൾ കക്ക വെച്ചിട്ട് നല്ല അടിപൊളി 2 റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യത്തേത് ഒരു കക്ക റോസ്റ്റാണ്. അതിനായിട്ട് കക്ക ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തേക്കുന്നതാണ്. അതിലേക്ക് ചേർക്കാനായിട്ട് ഇഞ്ചി പച്ചമുളക് ചതച്ചത്, കൂടെ തന്നെ അല്പം പച്ചമുളക് കീറിയതും 2-3 തണ്ട് കറിവേപ്പിലയും പിന്നെ സവാള ഞാനിതുപോലെ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. നീളത്തിൽ തന്നെ അരിയണം. നമ്മുടെ റോസ്റ്റ് കാണാനൊരു ഭംഗിക്കാണ് ഈ നീളത്തിൽ തന്നെ അരിയുന്നത്. നമുക്ക് ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഈ ചട്ടിയുടെ മുകളിലൊക്കെ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് വിടുക. ഇതുപോലെ. എങ്ങനെയാണ് കക്ക എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2-3 വറ്റൽമുളക് കീറിയതും. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും അവിടെയൊക്കെ മുഴുവൻ അല്ലേ. കറിവേപ്പില കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. 2-3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടെ ഇതിലേക്ക് ചേർക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നമ്മൾ കക്ക റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ അധികം എടുക്കണം. കാരണം ആ കക്കയൊന്ന് നല്ലതുപോലെ ഡ്രൈ ആയി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ അധികം തന്നെ യൂസ് ചെയ്യണം. കക്ക ഒരു കാൽസ്യം റിച്ചായ ഫുഡായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടമാവും. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ആദ്യം പൊടികളൊക്കെ ചേർത്തിട്ടാണ് കക്കയൊന്ന് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അധികം പൊടികൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിൽ നമ്മൾ പൊടികൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച കക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കക്കയിൽ ഇപ്പം അല്പം പോലും വെള്ളമില്ല. വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്കിട്ട് ഒന്ന് ആ എണ്ണയിൽ കിടന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയും പച്ചമുളകിൻ്റെതും നമ്മുടെ ഇട്ട സവാളയുടെയും അതിലൊക്കെ ഒരു ഫ്ലേവർ ഇതിലേക്കൊന്ന് പിടിച്ചു വരണം. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഇളക്കി വിടുക. ചപ്പാത്തിക്കും ചോറിനൊക്കെ കക്ക റോസ്റ്റ് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ച് വേവിക്കാം. ഇപ്പോൾ ആ സവാളയും കക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഡ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇതുപോലെ ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകൊക്കെ കക്ക റോസ്റ്റിന് കുറച്ചധികം ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവുക. അപ്പോൾ ഈ കക്ക റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോയാലോ? ഇതുണ്ടാക്കാൻ നമുക്ക് അധികം സാധനങ്ങൾ ആവശ്യമില്ല. ഇത് നേരത്തെ എടുത്ത പോലെ തന്നെ
നമ്മൾ കക്ക ഇത് വേവിക്കാത്ത കക്കയാണ്. ഉപ്പും മുളകും മഞ്ഞളും മാത്രം പുരട്ടി വെച്ചേക്കുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ, പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്. ഇത് ഞാൻ അല്പം അധികം എടുത്തിട്ടുണ്ട്. ഇതിന് നേരത്തെ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ അധികം ആവശ്യമുണ്ട്. ഇത് ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ഈ കക്ക ചേർത്ത് കൊടുക്കുക. നമ്മളിതെല്ലാം നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ തന്നെ പച്ചമുളക് കീറിയതും. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചിരവി വെച്ച തേങ്ങയും 4 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും. ഇതൊരു തോരൻ്റെയൊക്കെ പരുവത്തിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിന് തോരൻ എന്നല്ലേ പറയാം. കൂടെ തന്നെ നമുക്ക് ഇതിന് വേണ്ട പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ ആദ്യമേ പൊടികളൊക്കെ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ അളവനുസരിച്ച് ഇപ്പോൾ ചേർത്താൽ മതിയാവും. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ കുരുമുളക് ഇതുപോലെ ചതച്ച് ചേർക്കണം. കുരുമുളക് പൊടിയായിട്ടല്ല, കുരുമുളക് ഒന്ന് ചതച്ച് വേണം ചേർക്കാൻ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് കൈവച്ച് യോജിപ്പിച്ചെടുക്കാം. നമ്മളിതുപോലെ കൈവച്ച് യോജിപ്പിച്ചെടുക്കുമ്പോൾ ആ തേങ്ങയുടെ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് ഇറങ്ങി വരും. കൂടെ തന്നെ ആ സവാളയുടെ വെള്ളവും അതൊക്കെ ഒന്ന് ഈ കക്കയിലോട്ട് പിടിക്കും. ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മളിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2-3 ഉലുവയും. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കക്ക കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കക്ക വേവിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കുക. ഇപ്പം നമ്മുടെ കക്കയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് തീ സിമ്മിലാക്കി ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി വിട്ടു കൊടുക്കാം. ഇനി അല്പം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ആയ ഡിഷാണ്. ഇതിന് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ അത്ര എണ്ണ ആവശ്യമില്ല. ഇതിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കിയ കക്ക റോസ്റ്റാണോ രണ്ടാമതുണ്ടാക്കിയ കക്ക തോരനാണോ ഏറ്റവും അധികം ഇഷ്ടമായതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും അറിയിക്കണം.